ഇന്ന് കർക്കിടകവാവ് സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്നലെ വീട്ടിൽ കൊടുക്കയൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയായിരുന്നു കൊടുക്ക ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ബഹളങ്ങളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്നലെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യാതിരുന്നത്. അടുക്കളയിൽ തകൃതിയായിട്ടുള്ള പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം അമ്മയും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും എനിക്ക് എടുക്കാനും പറ്റിയില്ല. അമ്മയുടെ തറവാട് പൊളിച്ചതുകൊണ്ട് അവിടെ കൊടുക്കയൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെയാണ് കൊടുക്ക വെക്കുന്നത്. ഇവിടെ മെയിനായിട്ട് 2 പേർക്ക് വേണ്ടിയിട്ടാണ് വെക്കുന്നത്, അച്ഛൻ്റെ അച്ഛനും അമ്മേൻ്റെ അച്ഛനും. പണ്ട് മുതലേ ഇവർക്കുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെ കൊടുക്ക വെക്കുക, അവർ വന്ന് കഴിക്കുമെന്ന് പറയാം. അത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കൊടുക്ക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമല്ല ഉണ്ടാകുക, എല്ലാവരെയും വിളിക്കും. അതിൽ എല്ലാവരും പങ്കാളിയാകുന്നത് ഞങ്ങൾക്കും സന്തോഷമുള്ള കാര്യമാണേ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, കർക്കിടകവാവ് പ്രമാണിച്ച് മിക്ക വീട്ടിലും കൊടുക്കയൊക്കെ ഉണ്ടാവും. അങ്ങനെ അടുത്തുള്ള വീട്ടിലൊക്കെ ഉണ്ടായിരുന്നേ കൊടുക്കയൊക്കെ. എല്ലാവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് ചിലർക്കൊക്കെ വരാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവരൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലെ തന്നെ അച്ചാച്ചന്മാർക്കും എല്ലാവർക്കും എല്ലാം കൊടുത്തുകൊണ്ട് എല്ലാം പങ്കിട്ട് കഴിക്കാനാണ് ഇഷ്ടം. എല്ലാ കാര്യത്തിലും എല്ലാവരും പങ്കാളികളാണെന്നാണ് അവരുടെ ആഗ്രഹം. മുൻപൊരിക്കലും ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കൊടുക്ക വെക്കുന്നത് തന്നെ. ആ സമയത്ത് അവർക്കിഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനം വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. വിട്ടുപോയതല്ല, ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അത് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ തവണ അച്ഛൻ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുറവുണ്ടാവരുതല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ആൽക്കഹോളിനെ പ്രൊമോട്ട് ചെയ്യുന്നതൊന്നുമല്ല, പക്ഷേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുമില്ലെങ്കിലും അതെങ്കിലും വെക്കണേന്ന്. അതുകൊണ്ടാണ് അത് വാങ്ങി വെച്ചത്. അങ്ങനെ ഒരകത്ത് എല്ലാം നിരത്തി വെച്ച് ഓരോരുത്തരായി വിളമ്പിയൊക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ കതകടച്ച് കുറച്ച് സമയം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ എല്ലാ പിള്ളേർ പടകളും യൂനോ കളിക്കേണ്ട തിരക്കിലാണ്. ഇന്നിപ്പം പിള്ളേർ പട കുറവാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കഥകിലൊക്കെ ഒന്ന് മുട്ടി കുറച്ച് സമയം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അരി കുടഞ്ഞതിന് ശേഷമാണ് കൊടുക്ക വെച്ച സാധനങ്ങൾ എടുക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ചിരുത്തി എല്ലാവർക്കും ഒരുമിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മധുരത്തോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പായസമൊക്കെ ഉണ്ടാക്കുമ്പം മധുരം കുറച്ചോന്ന്. പക്ഷേ പായസത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയാവും. അതാണ് എനിക്കിഷ്ടം. ഷാറു പുറത്തു പോയതുകൊണ്ട് പിന്നെയാണേ കഴിക്കുന്നത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.